ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വആലി കുല്ലി വസഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഉളുഹിയത്ത് വിതരണം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഉളുഹിയത്തിന്റെ ആട്, മാട്, ഒട്ടകം, അതിൻ്റെയൊക്കെ രൂപങ്ങൾ, അതിന്റെ നിയ്യത്ത്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചതാണ്. ഇനി ഉളുഹിയത്തിന്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഉളുഹിയത്ത് സുന്നത്താണ്, ശക്തമായ സുന്നത്താണ്. എന്നാൽ ഉളുഹിയത്ത് അറുക്കാൻ വേണ്ടി നേർച്ചയാക്കിയാൽ, ഒരു സുന്നത്തായ കാര്യം നിർബന്ധമായും ഏറ്റെടുക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഉളുഹിയത്ത് അറുക്കാൻ വേണ്ടി നേർച്ചയാക്കിയാൽ ആ നേർച്ച വീട്ടൽ നിർബന്ധമാണ്. അവിടെ ഉളുഹിയത്ത് അറുക്കൽ നിർബന്ധമാണ്. അത് ഏത് നേർച്ചകളും അങ്ങനെ തന്നെ. ഒരു പുണ്യകർമ്മം, സുന്നത്തായ കർമ്മം നിർബന്ധമായി ഞാൻ ചെയ്യുമെന്ന് ഏറ്റെടുക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റെടുത്താൽ ആ സുന്നത്തായ കർമ്മം, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സ്വതക്ക ചെയ്യലാവട്ടെ, എന്ത് നല്ല കാര്യവും നേർച്ചയാക്കാം. അപ്പൊ അത് നിർബന്ധമായി മാറും. ഏതായിരിക്കട്ടെ, ഉളുഹിയത്ത് നേർച്ചയാക്കിയാൽ മാത്രമേ നിർബന്ധമാകൂ. അല്ലെങ്കിൽ ശാഫി മദ്ഹബിൽ പ്രത്യേകിച്ച് ശക്തമായ സുന്നത്താണ്. നേർച്ചയാക്കുന്ന പദങ്ങൾ ഇങ്ങനെയാണ്. ഈ മൃഗത്തെ അലയ്യ അൻ ഉളഹിയ ബിഹാദിഹി, ഈ പദം അല്ല, ഈ മൃഗത്തെ ഞാൻ ഉളുഹിയത്ത് അറുക്കൽ എന്റെ മേലിൽ ബാധ്യതയാണ് എന്നിങ്ങനെ പറയാം. അപ്പൊ നേർച്ചയാവും. അപ്പൊ കൃത്യമായ ഒരു മൃഗത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞാൽ ആ മൃഗത്തെ തന്നെ അറുക്കണം. അല്ലെങ്കിൽ അള്ളാഹുവിന് എന്റെ മേലിൽ ഉളുഹിയത്ത് അറുക്കാൻ ബാധ്യതയാണ്, ലില്ലാഹി അലയ്യ ഉളുഹിയ എന്ന് പറഞ്ഞാലും നിർബന്ധമായി. അവിടെ ഈ മൃഗം എന്ന് പ്രത്യേകം പറഞ്ഞാൽ ആ മൃഗം തന്നെ അറുക്കണം. മറ്റൊരു മൃഗത്തെ അറുക്കാൻ പാടില്ല. അപ്രകാരം ജഅൽതു ഹാദിഹി ഉളുഹിയത്തൻ, ഇതിനെ ഞാൻ ഉളുഹിയത്താക്കി. നമ്മൾ പെട്ടെന്ന് ഈ മൃഗത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇതിനെ ഞാൻ ഉളുഹിയത്താക്കി എന്ന് പറഞ്ഞാൽ നേർച്ചയായി മാറും. അവിടെ ജഅൽതു ഹാദിഹി ഉളുഹിയത്തൻ, അല്ലെങ്കിൽ ഹാദിഹി ഉളുഹിയത്തുൻ എന്ന് പറഞ്ഞാലും നേർച്ചയായി മാറും. രണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഉളുഹിയത്താണ് എന്ന്, ഇത് ഉളുഹിയത്ത് മൃഗമാണ് എന്ന്. അവിടെയൊക്കെ ശ്രദ്ധിക്കാൽ ഇത് സുന്നത്തായ ഉളുഹിയത്താണ് എന്ന് പറയാം. എന്നാ പിന്നെ നേർച്ച ആ പറയൽ കൊണ്ട് നേർച്ചയാവൂല. അപ്പൊ ഇത് ഉളുഹിയത്താണ് എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. സുന്നത്തായ ഉളുഹിയത്താണ് എന്ന് തന്നെ പറയണം എന്നതാണ് പണ്ഡിതന്മാരെ അവിടെ വിവരിക്കുന്നത്. ഏതായിരിക്കട്ടെ, ഇങ്ങനെ നേർച്ചയുടെ പദം പറഞ്ഞു പോയാൽ അവിടെ നിർബന്ധമായും അറുക്കേണ്ടതാണെന്ന് മാത്രമല്ല, നേർച്ചയാക്കിയ ഉളുഹിയത്താണെങ്കിൽ അതിന്റെ മുഴുവൻ തോലടക്കം മുഴുവൻ ഭാഗങ്ങളും ഫക്കീർ മിസ്കീന്മാർക്ക് സ്വതക്കയായി നൽകൽ നിർബന്ധമാണ്. ഒരല്പം പോലും എടുക്കാൻ പാടില്ല. നേർച്ചയാക്കിയാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് എന്ത് നേർച്ചയാക്കിയാലും നമ്മള് പൊതുവെ ഉളുഹിയത്ത് പ്രത്യേകിച്ച് നേർച്ചയാക്കിയാൽ അത് മുഴുവനും സ്വതക്ക ചെയ്യൽ, ഫക്കീർ മിസ്കീറിന് തന്നെ സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. അത് കഴിവുള്ളവർക്ക് ചെയ്താലും പറ്റൂല, കഴിവുള്ളവർക്ക് കൊടുത്താലും പറ്റൂല. ഫക്കീർ മിസ്കീൻ ഇനത്തിൽപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം. ഒരു നിരുമ്പ് പോലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂല. നേർച്ചക്കരങ്ങനൊരു പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അയൽവാസിയാണ്, കുടുംബക്കാരാണ്, അവര് ഫക്കീർ മിസ്കീൻ ഇനത്തിൽപ്പെട്ടവരല്ലെങ്കിൽ അവർക്ക് നേർച്ചയുടെ മാംസം കൊടുക്കാനേ പാടില്ല. മുഴുവനും ഫക്കീർ മിസ്കീന് ധർമ്മമായി നൽകേണ്ടതാണ്, സ്വതക്കയായി നൽകേണ്ടതാണ്. എന്നാൽ സുന്നത്തായ ഉളുഹിയത്താണെങ്കിൽ, നേർച്ചയാക്കാത്ത, അവിടെ നിർബന്ധമുള്ളത് പച്ചയായ അല്പം സദക്ക ചെയ്ത് ബാക്കിയൊക്കെ ഇവ എടുത്താലും
അത് ഉലഹിയത്തായി പരിഗണിക്കും. അല്പം ഏതായിരിക്കട്ടെ സ്വതക്ക ചെയ്യൽ, അതും ആർക്കാവണം? ഫക്കീർ മിസ്കീൻ ഇനത്തിൽപ്പെട്ടവർക്ക് ആവണം. അല്പമെങ്കിലും നൽകൽ നിർബന്ധമാണ് സുന്നത്തായ ഉലുഹിയത്താണെങ്കിൽ. ബാക്കി ഞാൻ അവൻ തന്നെ വീട്ടിൽ കൊണ്ടേറ്റ് അവൻ തന്നെ കറി വെച്ച് തിന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഏറ്റവും അഫ്ളല് അല്പം അവനെടുത്ത്, ബർക്കത്തിന് വേണ്ടി അല്പം അവനെടുത്ത് തോലടക്കം ബാക്കി മുഴുവനും സ്വതക്കയായി ദാനമായി നൽകലാണ് നല്ലത്. സുന്നത്തായ ഉലുഹിയത്ത് അല്പം എടുത്ത്, ബർക്കത്തിന് വേണ്ടി അല്പം എടുത്ത് ബാക്കിയൊക്കെ ദാനമായി നൽകലാണ് നല്ലത്. ആ ദാനം നൽകുന്നത് ഫക്കീറിനാണ് മാത്രമാവണമെന്നില്ല. ഫക്കീറിന് അല്പമെങ്കിലും നൽകണം ഏതൊരു ഉലുഹിയത്തിലും. 7 ഓഹരിയിൽ പങ്കാകുന്നവർ ഉണ്ട്. അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ 7 ഓരോരുത്തർ 7 ഫക്കീറിനെങ്കിലും അവിടെ അവരുടെ വിഹിതങ്ങൾ നൽകേണ്ടതാണ്. 7 ഫക്കീറിനെങ്കിലും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ വിഹിതത്തിൽ നിന്നും ഫക്കീറിന് അല്പമെങ്കിലും എത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. 7 ഓഹരിയാകുമ്പോ ഓരോരുത്തരുടെ വിഹിതത്തിൽ നിന്നും ഫക്കീറിന് അല്പമെങ്കിലും എത്തണം. ബാക്കിയൊക്കെ ഇനിയിപ്പോ ആർക്ക് കൊടുത്താലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ കൊടുക്കുമ്പോ ഫക്കീർ ഉൾപ്പെടലുണ്ട്. ഏതായിരിക്കട്ടെ, ചില കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതാണ്. സ്വന്തം എടുക്കണം അല്പം, അത് സുന്നത്താണ്. ബാക്കിയൊക്കെ ധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. എടുക്കുന്നത് കരളിൽ നിന്ന് ആവുന്നത് നല്ലതാണ്. അപ്പോ അറുക്കുന്നവർ, ഉലുഹിയത്ത് അറുക്കുന്നവർക്ക് കരളിൽ നിന്ന് എടുത്തു കൊടുക്കൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉലുഹിയത്തിന്റെ തോലും അതുപോലെ ഒന്നും തന്നെ ഉലുഹിയത്ത് അറുക്കുന്നവൻ വിൽപ്പന നടത്താൻ പാടില്ല. അവൻ ഏൽപ്പിച്ചവനും വിൽപ്പന നടത്താൻ പാടില്ല. മറിച്ച് തോല് നേരെ ആ ഉലുഹിയത്ത് അറുക്കുന്നവനോ അവൻ ഏൽപ്പിച്ചവനോ വിൽപ്പന നടത്താൻ പാടില്ല. മറിച്ച് തോല് മുതലാളിക്ക് കൊടുത്തൊരു ഫക്കീറല്ലാത്ത ഒരാൾക്ക് കൊടുത്തിട്ട് അയാൾ വിൽപ്പന നടത്താനും പാടില്ല. കഴിവുള്ള ഒരാൾക്ക് കൊടുത്ത് അയാളെടുത്തോളി എറിഞ്ഞ് അങ്ങനെ അയാൾ വിൽപ്പന നടത്തി, അതും പാടില്ല. മറിച്ച് അത് അറവുകാരന്റെ പ്രതിഫലമായി നൽകി നിങ്ങൾക്ക് അതിന്റെ കൂലി എട്ടാന്ന് അറിഞ്ഞു, അതും പറ്റൂല. കൂലി വേറെ കൊടുക്കണം. മറിച്ച് ഫക്കീറിന് കൊടുക്കണം. ആ തോല് ഫക്കീറിന് കൊടുത്തിട്ട് ആ ഫക്കീർ വിൽപ്പന നടത്താവുന്നതാണ്. അപ്പൊ ആ തോല് ഉലുഹിയത്ത് അറുത്തവൻ നേരിട്ട് വിൽക്കാൻ പാടില്ല കൊണ്ടുപോയി. മറിച്ച് അല്ലെങ്കിൽ അത് അവനെ ഏൽപ്പിച്ച അവനും അവന്റെ പകരമായിട്ട് വിൽപ്പന നടത്താൻ പാടില്ല. മറിച്ച് അത് ഫക്കീർ എന്ന നിലക്ക് ഫക്കീറിന് കൊടുക്കുക, തോലനങ്ങ് കൊടുക്കുക. എന്നിട്ട് പിന്നെ വിൽക്കാൻ വേണ്ടി ആ ഫക്കീർ ആരെ ഏൽപ്പിക്കാവുന്നതാണ്. അത് ആരെ ഏൽപ്പിക്കാം. ഇനിയിപ്പോ ഈ ഉലുഹിയത്ത് അറുത്തവനെ തന്നെ ഇങ്ങോട്ട് തിരിച്ചേൽപ്പിച്ചു, അല്ലെങ്കിൽ ആരാ ഒരാളെ ഏൽപ്പിച്ചു, എന്നിട്ട് ആ വിറ്റ് കാണുന്നതിന്റെ പൈസ ഫക്കീർ വാങ്ങി. അങ്ങനെ ഫക്കീറിന് ദാനമായി നൽകിയതിന് ശേഷം ഫക്കീർ പിന്നെ അത് വിൽക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല. ഏതായിരിക്കട്ടെ, ഇത് ദാനം ആദ്യം നൽകണം. നേരെ കൊണ്ടുപോയി അങ്ങ് വിൽക്കല്ല ചെയ്യേണ്ടത്. ദാനം ആർക്കാണ് കൊടുക്കേണ്ടത്? ഫക്കീറാണ്. പള്ളിക്കമ്മറ്റിക്കാരൻ ഫക്കീറാണെങ്കിലും അവൻക്ക് കൊടുക്കാം. ഇറച്ചി വെട്ടേരം ഫക്കീറാണെങ്കിൽ ഫക്കീർ എന്നുള്ള ആൾക്ക് അവൻക്ക് കൊടുക്കാത്തോല് കൂലല്ല. എന്നിട്ട് അവന് ഫക്കീർ എന്നുള്ള ആൾക്ക് വിറ്റാൽ അവൻക്ക് ധർമ്മമായി കൊടുത്തതാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നാട്ടിൽ തന്നെ അല്പമെങ്കിലും ഫക്കീറിന് കൊടുക്കുന്ന നാട്ടിലെ അല്പമെങ്കിലും നാട്ടിലെ ഫക്കീറിന് തന്നെ, അറിവ് നടത്തുന്ന നാട്ടിലെ ഫക്കീറിന് തന്നെ നൽകണം. പിന്നെ ഏറെയുള്ളത് ഇനി പുറത്തേക്ക് കൊടുത്താൽ കുഴപ്പമില്ല. അല്പം കഴിച്ചിട്ട് ഫക്കീറിന് കൊടുത്തേക്ക് കഴിച്ചിട്ട് ഏറെയുള്ളത് നാട്ടിന്റെ പുറത്തേക്ക് വിതരണം ചെയ്യുന്നതിന് വിരോധമില്ല. നിർബന്ധമായി കൊടുക്കേണ്ട ഫക്കീറിന് കൊടുക്കേണ്ട ഒരു വിഹിതം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സുന്നത്തായ ഉലുഹിയത്തിലും, അത് ആ നാട്ടിലെ ഫക്കീറിന് തന്നെയാവണം. ബാക്കിയുള്ളത് നാട്ടിന്റെ പുറത്തേക്ക് വിതരണം ചെയ്യുന്നതിന് കുഴപ്പമില്ല.
ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായി ശ്രദ്ധിക്കാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു വല്ലതുണ്ടെങ്കിൽ പിന്നീട് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.